നിങ്ങൾ ബിടെക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2025 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇയർ തന്നെയാണ്. ഒട്ടനേകം അവസരങ്ങളാണ് 2025 ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. 2025 എന്തെല്ലാം അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 എക്സാംസുകളാണ് ഇതിനോടകം വന്നിരിക്കുന്നത്. ലെക്ചർ ഇൻ പോളിടെക്നിക്, അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ആൻഡ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന 3 തസ്തികയിലേക്കാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത് PSCയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PSC മാത്രമല്ല റെയിൽവേയുടെ വരുന്നുണ്ട്, അതേപോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ വന്നത് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 2025 എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇയർ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 95 ആളുകൾക്ക് നിലവിൽ നിയമനം പോയിട്ടുണ്ട്. അപ്പോൾ 95 അല്ലെങ്കിൽ 100-ലധികം വേക്കൻസീസൊക്കെ വരാൻ പോകുന്ന 2025 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. രണ്ടാമത്തെ മികച്ച അവസരം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD ആണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. ഇതും 2025 തന്നെയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പോസ്റ്റുകളിലേക്ക്. ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ജാനുവരി 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മാറ്റി വെക്കരുത്. കാരണം ആ ഒരു സമയത്തൊക്കെ റഷായിട്ട് വന്ന് ചിലപ്പോൾ സൈറ്റിലൊക്കെ എന്തെങ്കിലും ഹാങ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ 3 കോഴ്സുകളും ഒരേപോലെയാണോ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇത് 3 ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സാംസുകളാണ്. ലെക്ചർ ഇൻ പോളിടെക്നിക് ആണെങ്കിലും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണെങ്കിലും ശരി, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ശരി. പക്ഷേ ഇതിലുള്ള ഫണ്ടമെൻ്റൽ സബ്ജക്റ്റുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇലക്ട്രോണിക്സിൻ്റെ ഫണ്ടമെൻ്റൽ സബ്ജക്റ്റുകൾ ഈ 3 ടോപ്പിക്കിലും സെയിം ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ ഈ 3 ടോപ്പിക്കിലെയും മുഴുവൻ സിലബസും കവർ ചെയ്തുകൊണ്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 കോഴ്സുകളും ഒരുമിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് ഈ 3 കോഴ്സസും ഒരു സ്പെഷ്യൽ കോംബോ ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ഓൾ ഇൻ വൺ കോംബോ ബാച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു സാധ്യതയാണ് 2025 നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പോട് കൂടി വരുന്ന ഈ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ബിടെക് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2025 ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആരും അറിയാതെ പോരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2025 നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഗവൺമെൻറ് സെക്ടറിൽ ഒരു ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ലെക്ചർ ഇൻ പോളിടെക്നിക് എന്നൊക്കെ പറയുമ്പോൾ നല്ല സാലറിയോട് കൂടി ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWDയും ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയും തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല സാലറി വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. സാലറിയെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ 2025 നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ട്രോണിക്സുകാർക്ക് മുന്നിൽ വന്നിരിക്കുന്ന മികച്ചൊരു വർഷമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോബാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2025 ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു ഗോൾഡൻ ഇയർ ആണ്. സോ നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.